നമസ്കാരം കൂട്ടുകാരെ. 2024 പുറത്തിറങ്ങി സ്കോട്ട് അറ്റ്കിൻസ് നായകനായി അഭിനയിച്ച ഒരു ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം വൺ മോർ ഷോട്ട് എന്നാണ് ചലച്ചിത്രത്തിന്റെ പേര്. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് വളരെ ഇന്റൻസ് ആയ ഒരു സിറ്റുവേഷനിൽ നിന്നുമാണ്. CIA-യും അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസും ചേർന്ന് ഒരു ഓപ്പറേഷനിലാണ്. ഷൂട്ടൌട്ടുകളും മറ്റും അവിടെ അരങ്ങേറുന്നുണ്ട്. ഹാർബർ പ്രദേശത്തായിരുന്നു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നത്. കാര്യം എന്തെന്നാൽ അതിലേതോ കണ്ടെയ്നറിന്റെ അകത്ത് വളരെ വലിയൊരു ബോംബുണ്ട് എന്ന വിവരം ഒഫീഷ്യൽസിന് ലഭിച്ചിട്ടുണ്ട്. തീവ്രവാദികളെ കണ്ടെത്തി കൊല്ലാനും ബോംബ് കരസ്ഥമാക്കുവാനും വേണ്ടിയിട്ടായിരുന്നു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നത്. വാഷിംഗ്ടൺ DC എന്ന നഗരത്തിൽ വലിയ സ്ഫോടനം തീർക്കാൻ വേണ്ടിയായിരുന്നു അവരാ ബോംബ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പിടിച്ചെടുത്തില്ലെങ്കിൽ രാജ്യത്ത് വലിയൊരു നാശനഷ്ടം തന്നെ സംഭവിക്കും. CIA ഏജന്റായ ജെനിയായിരുന്നു ആ ഓപ്പറേഷൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. നീണ്ട പോരാട്ടത്തിനൊടുവിൽ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ അവർ കീഴടക്കുകയാണ്. പക്ഷേ കണ്ടെയ്നർ ഓപ്പൺ ചെയ്തപ്പോഴോ അതിനകം ശൂന്യമായിരുന്നു. ബോംബൊന്നും അതിനകത്തില്ല. കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണ് എന്നവർ തിരിച്ചറിയുന്നു. പക്ഷേ ബോംബ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. മറ്റെവിടെയോ അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിടികൂടപ്പെട്ട ഒരു ടെററിസ്റ്റിനെ ഞെട്ടിപ്പോയി ജെനി ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ബോംബുമായി ബന്ധപ്പെട്ട ഒരു വിവരവും തനിക്കറിയില്ല എന്നായിരുന്നു അയാൾ മറുപടി പറയുന്നത്. മറുവശത്ത് ഒരു വാഹന വ്യൂഹം തന്നെ എയർപോർട്ടിലേക്ക് വന്നെത്തുകയാണ്. ആ വാഹന വ്യൂഹത്തിൽ ഒന്നിന്റെ അകത്ത് CIA ചീഫായ മൈക്ക് ഉണ്ടായിരുന്നു. മൈക്കിന്റെ എതിരിലായി നീസ എന്നു പേരുള്ള ഒരു സ്ത്രീയും ഇരിക്കുന്നുണ്ട്. സസ്പെക്റ്റഡ് ടെററിസ്റ്റായ അമീൻ മൻസൂറിന്റെ ഭാര്യയാണ് നീസ. അമീൻ മൻസൂറാണ് വാഷിംഗ്ടൺ DC-യിൽ ബോംബ് സ്ഫോടനം നടത്തും എന്ന രീതിയിൽ വിവരം ലഭ്യമായിരിക്കുന്നത്. അമീൻ മൻസൂർ ഇറാഖിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടെത്തിയ ഒരു ബ്രിട്ടീഷ് സിറ്റിസണാണ്. മൈക്കും സംഘവും എത്തുന്നിടത്തേക്ക് വൈകാതെ അമീൻ മൻസൂറും എത്തിച്ചേരും. അമീൻ മൻസൂറിന്റെ ഭാര്യ നീസയെ ഉപയോഗിച്ച് ബോംബ് എവിടെയെന്ന് അമീനിനെ കൊണ്ട് പറയിപ്പിക്കാനാണ് മൈക്കിന്റെ ശ്രമം. നീസയെ അത് പറഞ്ഞ് മൈക്ക് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നീസയ്ക്ക് തന്റെ ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികളെപ്പറ്റി ഒരു അറിവുമില്ല. കുറച്ച് മാസങ്ങളായി അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. മൈക്കും സംഘവും എയർപോർട്ടിലെ അവരുടെ ഏരിയയിലേക്ക് എത്തി. ജെനി അവിടെ മൈക്കിനെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മൈക്കിനെ ജെനി സ്വാഗതം ചെയ്തു. എയർപോർട്ടിൽ വേണ്ട സെക്യൂരിറ്റികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും മൈക്കിനെ അറിയിച്ചു. താൻ തന്റെ മറ്റ് ദൗത്യങ്ങളിലേക്ക് കടക്കട്ടെ എന്ന് ജെനി മൈക്കിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം അതൊന്നും വേണ്ട. നിസയെ സപ്പോർട്ട് ചെയ്ത് നിസയുടെ കൂടെ നീ ഇവിടെ വേണം എന്നായിരുന്നു CIA ചീഫായ മൈക്ക് ജെനിയോട് നിർദ്ദേശിക്കുന്നത്. ജെനി അതിൽ കുറച്ച് വല്ലാതായി. കാരണം കൂടുതൽ പ്രശ്നങ്ങളുള്ള അത്തരത്തിലുള്ള മിഷനുകളാണ് ജെനി ചെയ്യാറുള്ളത്. ഇതിപ്പോ ഒരാൾക്ക് കാവലിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു മിഷൻ പോലുമായി ജെനിക്ക് തോന്നുന്നില്ല. വൈകാതെ പിടികൂടപ്പെട്ട തീവ്രവാദി അമീൻ മൻസൂറുമായി ജയ്ക്ക് എന്ന ഓഫീസർ എത്തുകയാണ്. ജയ്ക്ക് സ്പെഷ്യൽ ഫോഴ്സസ് യൂണിറ്റിലെ ഏറെ മികവുറ്റ ഒരു സോൾജർ ആയിരുന്നു. തന്റെ ഭാര്യ നിസയെ അവിടെ കാണുന്നതും അമീൻ നിസയ്ക്കടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. കുറ്റബോധത്തിൽ താൻ പെട്ടുപോയി എന്ന തരത്തിൽ അവളോട് ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അമീന്റെ പ്രവൃത്തികളോട് നിസക്ക് വലിയ ദേഷ്യമായിരുന്നു. നിങ്ങൾ കാരണം കുടുംബം തന്നെ നശിച്ചെന്നും താനിപ്പോ 4 മാസം പ്രഗ്നന്റ് ആണ് എന്നുവരെ ദേഷ്യത്തിൽ അവർ അമീനോട് പറയുകയാണ്. അമീനെ തല്ലുകയും മറ്റും ചെയ്ത അവർ ബോംബിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ഇവരോട് പറഞ്ഞുകൊടുക്ക് എന്ന് അമീനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അപ്പോഴും അമീൻ അത് പറയുവാൻ തയ്യാറാകുന്നില്ല. കാര്യങ്ങൾ വൈകാതെ വ്യക്തമാവുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ അമീൻ നല്ലൊരു വ്യക്തിയായിരുന്നു. ഇറാഖിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി അവിടുത്തെ പൗരനായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വ്യക്തി. വാഷിംഗ്ടൺ DC-യിൽ അമീന്റെ സഹോദരന്റെ വിവാഹമുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അമീന്റെ ജീവിതം മാറിമറിയുന്നത്. അമീനും സംഘവും തീവ്രവാദികളാണെന്ന് ആരോപിച്ച് അമേരിക്കൻ പട്ടാള സംഘം അവർക്ക് മേലൊരു ആക്രമണവും മറ്റും നടത്തി. അതൊരു തെറ്റായ ആരോപണമാണ് എന്ന് പിന്നീട് തെളിഞ്ഞെങ്കിലും അന്ന് നടന്ന ആക്രമണത്തിൽ അമീനിന്റെ മൂത്ത മകൻ കൊല്ലപ്പെട്ടിരുന്നു. അതോടെയാണ് വലിയൊരു പ്രതികാര ബുദ്ധി അമീനിന്റെ ഉള്ളിൽ വന്നു നിറയുന്നത്. പ്രതികാരം തീർക്കുമെന്നും വാഷിംഗ്ടൺ DC എന്ന നഗരം തന്നെ തകർത്ത് കളയുമെന്നും അങ്ങനാണ് അമീൻ പ്രതിജ്ഞ ചെയ്യുന്നത്. അമീനെ അവിടെ ആക്കിയ ശേഷം കുറച്ചു മാറിയിരുന്ന ജയ്ക്ക് ആകട്ടെ തന്റെ ഭാര്യയ്ക്ക് വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. തന്റെ സേഫ്റ്റിക്കൊന്നും ഒരു കുഴപ്പമില്ലെന്നും ഒക്കെ ഓക്കെയാണെന്നും ഭാര്യയെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ജയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ജയ്ക്ക് ചിലത് ശ്രദ്ധിക്കുന്നത്. പരിചയമില്ലാത്ത കുറച്ചാളുകൾ അവിടെ നിന്ന് കറങ്ങുന്നു. ജയ്ക്ക് രഹസ്യമായി അവരെ നോക്കി. വൈകാതെ അവരൊരു കൂലിപ്പട്ടാള സംഘത്തിലെ അംഗങ്ങളാണ് എന്ന് ജയ്ക്ക് തിരിച്ചറിയുകയാണ്. അവർ അമീനെ പിടികൂടുവാനോ സഹായിക്കാനോ എത്തിയിരിക്കുന്നതാണ് എന്നുകൂടി ജയ്ക്ക് മനസ്സിലാക്കുന്നു. ആദ്യം കണ്ടവരെ ജയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരൊരു വലിയ സംഘമാണെന്ന് തിരിച്ചറിയുന്നതും ജയ്ക്ക് അവിടെ നിന്നോടി അമീനും ഭാര്യ നിസയുമുള്ള ഇടത്തേക്ക് ചെല്ലുകയാണ്. മറുവശത്ത് മേഴ്സണറീസും CIA
ഏജൻസും തമ്മിൽ ഷൂട്ടൌട്ടും മറ്റും ആരംഭിച്ചിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് വ്യക്തമായതോടെ ജയ്ക്ക് അമീനിനെയും നിസയെയും സുരക്ഷിതരാക്കുവാൻ അവിടെ നിന്നും ഒരു കാറിലേക്ക് കയറ്റി കാർ ഓടിച്ച് പോവാൻ ആരംഭിച്ചു. ഈ സമയം മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട്. കൂലിപ്പട്ടാള സംഘം അവിടുത്തെ നെറ്റ്വർക്ക് മുഴുവൻ കട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് പുറമേ നിന്നും ഒരു സഹായം തേടുവാൻ ജാക്കിനും മറ്റുള്ളവർക്കും തന്നെ സാധിക്കുന്നില്ല. പക്ഷേ അമീനെ പിടികൂടുവാൻ അല്ലെങ്കിൽ കൊലപ്പെടുത്തുവാൻ ഈ കൂലിപ്പട്ടാളക്കാരെ നിയോഗിച്ചതാരാണ് എന്നൊരു പിടുത്തവും ജയ്ക്കിനപ്പോൾ ലഭ്യമാകുന്നില്ല. പക്ഷെ അവർ ഏറെ സ്കിൽഫുള്ളായ ഒരു കൂലിപ്പട്ടാള സംഘമാണ് എന്നത് പോരടിച്ച ആ കുറഞ്ഞ സമയം കൊണ്ട് ജയ്ക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. കൂലിപ്പട്ടാള സംഘം ജയ്ക്കും സംഘവും രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ച് കാറിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഒടുവിൽ അവർ കാറിന് വട്ടം വന്നു. ഒടുവിൽ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ സാധിക്കില്ല എന്നൊരു സിറ്റുവേഷനിൽ അമീനെയും നീസയെയും പ്രൊട്ടക്ട് ചെയ്യുവാൻ എയർപോർട്ടിലെ തന്നെ മറ്റൊരു കെട്ടിടത്തിനകത്തേക്ക് ജയ്ക്ക് ഓടിക്കയറുകയാണ്. ഭയന്ന കെട്ടിടത്തിനകത്തേക്ക് ഓടിക്കയറുമ്പോ അമീൻ ജയ്ക്കിനോട് ചോദിക്കുന്നുമുണ്ട്, അവരെ പിന്തുടർന്നു വരുന്നത് എന്നെയാണോ അതോ നിങ്ങളെയാണോ? അവർ കൊല്ലാൻ വേണ്ടിയോ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയോ ടാർഗറ്റ് ചെയ്യുന്നത് അമീനെയാണെന്നും തന്നെയല്ലെന്നും ജയ്ക്ക് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ തുടർന്നാൽ കൂടുതൽ അപകടമാണ് എന്ന് പറഞ്ഞ ജയ്ക്കാകട്ടെ രണ്ടു വഴിക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യാം എന്ന് അമീനോട് നിർദ്ദേശിക്കുകയാണ്. താൻ തിരികെ വരുന്നവരെ അമീൻ നിസയെ പ്രൊട്ടക്ട് ചെയ്യണം. ജയ്ക്ക് മുന്നോട്ടു പോയി കൂലിപ്പട്ടാളക്കാരുമായി ഏറ്റുമുട്ടും. ജയ്ക്ക് അത്തരത്തിൽ കൂലിപ്പട്ടാളക്കാരുമായി ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. അമീനും നീസയും മറഞ്ഞിരുന്നു. പക്ഷേ വൈകാതെ കൂലിപ്പട്ടാള സംഘത്തിലെ ഒരാൾ അമീനെയും നീസയെയും കണ്ടെത്തുകയാണ്. അമീനും നീസയും വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു. കൂലിപ്പട്ടാളക്കാരൻ അമീനെ പിടിച്ചുകൊണ്ടുപോവാൻ ശ്രമിക്കുമ്പോഴേക്കും ഭാഗ്യവശാൽ ജയ്ക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും കൂലിപ്പട്ടാളക്കാരനെ വകവരുത്തി അമീനെയും നീസയെയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തു. ആ നിമിഷം ജയ്ക്ക് ഒരു കാര്യം കൂടി തിരിച്ചറിയുകയാണ്. കൂലിപ്പട്ടാളക്കാർക്ക് അമീനെ കൊല്ലാൻ ഉദ്ദേശമില്ല. അമീനെ അവർക്ക് ജീവനോടെ വേണം. അങ്ങനാണെങ്കിൽ അതിനർത്ഥം അമീൻ മറച്ചു വെച്ചിരിക്കുന്ന ബോംബ്, അതിന്റെ സ്ഥാനം അതവർക്ക് വേണമെന്നാണ്. അമീനിൽ നിന്നും ആ ബോംബ് കരസ്ഥമാക്കാൻ അവർ ശ്രമിക്കുന്നു. ജയ്ക്ക് അതോടെ അമീനെ ചോദ്യം ചെയ്യുകയാണ്. ബോംബ് എവിടെയെന്ന് പറയുവാനും ആവശ്യപ്പെടുന്നു. പക്ഷേ ഭയന്നിരുന്ന അമീനാകട്ടെ ബോംബ് എവിടെയെന്ന് പറയാൻ തയ്യാറാകുന്നില്ല. താനത് പറഞ്ഞാൽ ജയ്ക്ക് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുമോ എന്നായിരുന്നു അമീൻ ഭയന്നിരുന്നത്. തങ്ങൾ സുരക്ഷിതമായി ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ജയ്ക്ക് സഹായിക്കുകയാണെങ്കിൽ താൻ ഒടുവിൽ ബോംബിന്റെ ലൊക്കേഷൻ പറഞ്ഞു തരാം എന്ന് അമീൻ ജയ്ക്കിന് ഉറപ്പ് കൊടുക്കുന്നു. വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ജയ്ക്ക് അതിന് സമ്മതിക്കുകയാണ്. പിന്നാലെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ എടുത്ത് അമീനെയും നീസയെയും ജയ്ക്ക് ധരിപ്പിക്കുകയാണ്. ശേഷം അവർ പതിയെ മുകൾ നിലയിലേക്ക് കയറി ചെല്ലാൻ ആരംഭിച്ചു. മറുവശത്ത് കൂലിപ്പട്ടാള സംഘത്തിലെ നേതാവായ ജാക്സൺ ആകട്ടെ തന്റെ പ്രധാന കയ്യാളുകളായ ഡെൻബാറിനോടും വാർഡിനോടും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അർദ്ധരാത്രിക്ക് മുമ്പേ അമീൻ മൻസൂറിനെ ജീവനോടെ പിടികൂടണം എന്ന് ജാക്സൺ അവരോട് വ്യക്തമായി പറഞ്ഞു. ബോംബിന്റെ ലൊക്കേഷൻ എത്രയും വേഗം അവർക്ക് കിട്ടണമെന്നും മാത്രമല്ല അമീനെ കൊണ്ടൊരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് കൂടെ റെക്കോർഡ് ചെയ്തുണ്ടാക്കണമെന്നും ജാക്സൺ വ്യക്തമാക്കുന്നുണ്ട്. അവിടുത്തെ ഒരു സ്റ്റാഫിനെ പിടിച്ച് ജാക്സൺ അതിനോടകം ബന്ദിയാക്കി. പിന്നാലെ ജാക്സന്റെ കയ്യാളുകൾ CCTV ക്യാമറ ഹാക്ക് ചെയ്തതോടെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങൾ ജാക്സന് ലഭിക്കുകയാണ്. ജയ്ക്കും അമീനും നീസയും 5ാം നിലയിലേക്ക് കയറി ചെല്ലുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ജാക്സൺ അതോടെ വാർഡിനോടും ഡെൻബാറിനോടും അവരെ പിടികൂടാൻ നിർദ്ദേശം കൊടുക്കുന്നു. CIA ചീഫായ മൈക്കും ടീമും 7ാം നിലയിലുണ്ട് എന്ന് ജയ്ക്കിന് അറിയാമായിരുന്നു. അങ്ങോട്ടേക്ക് അമീനെയും നീസയെയും സുരക്ഷിതമായി എത്തിക്കലാണ് ഇപ്പോൾ ജയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ അവരുടെ സ്ഥാനങ്ങൾ കിട്ടാൻ തുടങ്ങിയതോടെ കൂലിപ്പട്ടാളക്കാർ അങ്ങോട്ടേക്ക് ആക്രമണത്തിന് കടന്നു വരികയാണ്. പിന്നെ ഇവിടെ നടന്നത് ജയ്ക്കിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഒരു തരത്തിൽ അമീനെയും നീസയെയും 7ാം നിലയിലേക്ക് എത്തിക്കുവാൻ ജയ്ക്കിന് സാധിക്കുകയാണ്. അവിടെ ജയ്ക്കിനെ സപ്പോർട്ട് ചെയ്യുവാൻ മറ്റ് CIA ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. മൈക്കിന്റെ മുമ്പിലേക്ക് ജയ്ക്ക് വന്നെത്തി. ഈ കൂലിപ്പട്ടാളക്കാരുടെ ഉദ്ദേശം എന്താണ് എന്ന തരത്തിൽ ചീഫായ മൈക്ക് ജയ്ക്കിനോട് ചോദിക്കുന്നുണ്ട്. തനിക്ക് ഇവരാരാണെന്നോ എന്താണെന്നോ ഉള്ള ഡീറ്റെയിൽസ് അറിയില്ലെന്നും പക്ഷേ അമീനെ ജീവനോടെ പിടിച്ചുകൊണ്ട് പോകുവാനാണ് അവർ നോക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നും ജയ്ക്ക് മൈക്കിനെ അറിയിച്ചു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുവാൻ അമീനോട് തന്നെ സംസാരിക്കുവാൻ ജയ്ക്ക് ശ്രമിക്കുകയാണ്. ബോംബിന്റെ ലൊക്കേഷൻ അറിയുക തന്നെ വേണം എന്ന് ദേഷ്യത്തിലും രോഷത്തിലും അമീനടുക്കൽ ജയ്ക്ക് ചോദിക്കുന്നുണ്ട്. അമീൻ ബോംബിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ വേണ്ട സുരക്ഷയും ലീഗൽ ഇമ്മ്യൂണിറ്റിയും വരെ ചെയ്തു തരാം എന്നും ജയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് അല്പം ആലോചിക്കാൻ സമയം വേണം എന്ന് അമീൻ ജയ്ക്കിനോട് പറയുകയാണ്. മറുവശത്ത് ആക്രമണത്തിൽ പരിക്കേറ്റ ജെനിക്ക് നിസ ചികിത്സാ സഹായം ചെയ്യുകയായിരുന്നു. മുമ്പ് താനൊരു ഡോക്ടറായിരുന്നു എന്ന് ആ സമയം നീസ വ്യക്തമാക്കുന്നുമുണ്ട്. പിന്നാലെ അമീന്റെ അടുത്തേക്ക് ചെന്ന് നീസ ബോംബിന്റെ ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അമീനെ നിർബന്ധിക്കുവാൻ തുടങ്ങുന്നു. കൂലിപ്പട്ടാളക്കാർ അത് കണ്ടെത്തിയാൽ രാജ്യത്ത് വലിയ അപകടം തന്നെ സംഭവിക്കുമെന്നും ബോംബിന്റെ ലൊക്കേഷനൊന്നും അവർ അറിയരുത് എന്നും നീസ
നിസയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ശേഷം ജെനി ജെയ്ക്കിന്റെ അടുത്തേക്ക് വന്നു. അമീൻ ബോംബിനെ പറ്റി വല്ലതും പറഞ്ഞോ എന്ന് ജെയ്ക്കിനോട് ചോദിച്ചു. ഇല്ലെന്നും തങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റിന്റെ കാര്യവും ജെയ്ക്ക് ജെനിയോട് വ്യക്തമാക്കുകയാണ്. അമീൻ സേഫായാൽ അമീൻ ബോംബിന്റെ ലൊക്കേഷൻ പറയും എന്ന കാര്യം. പിന്നാലെ കൂലിപ്പട്ടാളക്കാരനിൽ നിന്നും താൻ കരസ്ഥമാക്കിയ ഒരു ഫോൺ അവൻ ജെനിയെ കാണിക്കുന്നുണ്ട്. വെർജീനിയയിൽ നിന്നുള്ള ഒരു ടീമാണ് ആ കൂലിപ്പട്ടാളക്കാർ എന്ന കാര്യവും ജെയ്ക്ക് ജെനിയോട് വ്യക്തമാക്കുന്നു. പക്ഷേ ആരാണ് അമീനെ പിടികൂടാൻ അവർക്ക് ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്നും ജെയ്ക്ക് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ മൈക്ക് അമീനെ തന്റെ ലാപ്ടോപ്പിൽ കേൾക്കുന്ന വോയിസ് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അടുത്തേക്ക് വിളിച്ചു. വോയിസ് കേട്ടതിനു ശേഷം അമീന സത്യം വെളിപ്പെടുത്തി. ഇതേ വോയിസിലുള്ള സ്ത്രീയ വാഷിംഗ്ടൺ DC-യിൽ സ്ഫോടനം നടത്തണം എന്ന് പറഞ്ഞ് തന്നെ പ്രേരിപ്പിച്ചതും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകിയതുമെന്ന്. പെട്ടെന്ന് മറ്റൊരു കാര്യം കൂടി അമീൻ തിരിച്ചറിയുകയാണ്. ആ കേൾക്കുന്ന വോയിസ് അവിടുള്ള ഉദ്യോഗസ്ഥയായ ജെനിയുടെ വോയിസ് ആണ്. പിന്നാലെ മൈക്ക് തന്റെ ഗണ്ണെടുത്ത് ജെനിക്ക് നേരെ നീട്ടി. ജെനിയല്ലേ ഇത് മുഴുവൻ ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് എന്ന തരത്തിൽ ജെനിയോട് ചോദിക്കാൻ തുടങ്ങി. ജെനി പക്ഷേ അല്ലെന്ന് വാദിച്ചു. ലോകത്തിന്റെ പലതരത്തിലുള്ള ആളുകൾക്കും ഒരേ തരം വോയിസ് ഉണ്ടാവാൻ സാധ്യതയില്ലേ എന്നൊക്കെയായിരുന്നു അവൾ കൗണ്ടറായി മുമ്പോട്ടേക്ക് വെച്ച ചോദ്യം. കൃത്യം ഈ സമയം അങ്ങോട്ടേക്ക് ജാക്സന്റെ കൂലിപ്പട്ടാള സംഘം കടന്നെത്തി ആക്രമണം ആരംഭിച്ചു. അമീൻ തന്റെ ഭാര്യയ്ക്കൊപ്പം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിസയ്ക്ക് താഴെനിലയിലേക്ക് രക്ഷപ്പെട്ടു പോവാൻ സാധിച്ചെങ്കിലും അമീൻ പിടിക്കപ്പെട്ടു. അമീൻ പിടികൂടപ്പെട്ടു എന്ന് കണ്ടതും ജെയ്ക്ക് അങ്ങോട്ടേക്ക് കടന്നെത്തി ആക്രമണം ആരംഭിച്ചു. തുടർച്ചയായ ആക്രമണം കൊണ്ട് ജെയ്ക്ക് അവശനിലയിലെത്തിയിരുന്നു. ജെയ്ക്കുമായി ഫൈറ്റ് ചെയ്ത ഡംബാറാകട്ടെ ഫൈറ്റിൽ ജെയ്ക്കിനെ പരാജയപ്പെടുത്തുകയും അവനെ താഴെനിലയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. മറുവശത്ത് കൂലിപ്പട്ടാളക്കാരൻ വാടാകട്ടെ മൈക്കിനെ ബന്ദിയാക്കി വെച്ചിരുന്നു. എഴുന്നേറ്റ് വന്ന ജെനി തന്റെ തോക്കെടുത്തു മൈക്കിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ജെനിയാണ് ഇതിന്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡ് എന്ന് ആ സമയം വ്യക്തമാവുകയായിരുന്നു. ജാക്സനെയും സംഘത്തെയും കൊട്ടേഷൻ കൊടുത്ത് വിളിച്ചു വരുത്തിയതും ജെനി തന്നെയാണ്. തുറമുഖത്തുനിന്ന് ബോംബ് കണ്ടെത്താതായതോടെ അമീനെ പിടികൂടി ബോംബിന്റെ ലൊക്കേഷൻ അവനിൽ നിന്നും അറിഞ്ഞ് അത് തന്റെ സ്വന്തം താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കാനായിരുന്നു ജെനി അത്തരത്തിൽ ചെയ്തതുപോലും. അമീൻ പക്ഷെ അപ്പോഴും ബോംബ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ജെനിക്കും സംഘത്തിനും അറിയില്ല. അതുകൊണ്ട് തന്നെ ജെനി അമീനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷെ അവർ ടോർച്ചർ ചെയ്തിട്ട് പോലും അമീനൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ കൊല്ലുമെന്ന് അമീൻ അറിയാമായിരുന്നു. അതോടെ കൂലിപ്പട്ടാളത്തോട് അമീന്റെ ഭാര്യ നിസയെ കണ്ടുപിടിക്കാൻ ജെനി ഉത്തരവിടുകയാണ്. നിസയെ കൊണ്ടുവന്ന് ഉപദ്രവിച്ചാൽ അമീൻ സത്യം പറയും എന്ന് ജെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കൂലിപ്പട്ടാളക്കാർ നിസയെ തിരിഞ്ഞ് താഴേക്ക് ചെന്നു. മറുവശത്ത് അപ്പോഴേക്കും ജെയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നിസയെ തിരിഞ്ഞു ചെന്ന് കൂലിപ്പട്ടാളക്കാരിൽ ഒരാളെ ജെയ്ക്ക് വകവരുത്തി. ശേഷം നിസയെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്ന മറ്റൊരു കൂലിപ്പട്ടാളക്കാരനെയും ജെയ്ക്ക് തീർത്തു കളഞ്ഞു. അവരെ എതിരിടണമെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി തന്റെ കയ്യിലേക്ക് വരേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ജെയ്ക്ക് അവരിൽ ഒരാളായി മാറാൻ തീരുമാനിക്കുന്നു. കൂലിപ്പട്ടാളക്കാരന്റെ യൂണിഫോമും മറ്റും ജെയ്ക്ക് എടുത്ത് ധരിക്കുകയാണ്. അവരിൽ ഒരാളെപ്പോലെ തോന്നിപ്പിച്ച് താനാണ് നിസയെ പിടികൂടിയത് എന്ന തരത്തിൽ നിസയുമായി ജെയ്ക്ക് മുകൾ നിലയിലേക്ക് കയറി ചെന്നു. ആ തന്ത്രത്തിലൂടെ സുരക്ഷിതമായി പ്രശ്നമൊന്നുമില്ലാതെ മുകളിലേക്ക് കയറി ചെല്ലാനും അമീന്റെ മുമ്പിലേക്ക് നിസയുമായി എത്തിച്ചേരാനും ജെയ്ക്കിന് സാധിക്കുകയാണ്. പക്ഷേ വന്നിരിക്കുന്നത് ജെയ്ക്കാണ് എന്ന് അവിടുണ്ടായിരുന്ന ജെനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ജെനി ബോംബ് എവിടെയെന്ന് നിസയെ വെച്ച് അമീനോട് ചോദ്യം ചെയ്യാൻ വീണ്ടും ആരംഭിച്ചു. തന്റെ ഭാര്യയെ മുമ്പിൽ കണ്ടതും ഭയന്ന അമീൻ അത് കണ്ടെയ്നർ നമ്പർ 90-ലാണുള്ളത് എന്ന് വെളിപ്പെടുത്തുകയാണ്. അതോടെ അവിടുള്ള കൂലിപ്പട്ടാളക്കാരോട് ബോംബിന്റെ ലൊക്കേഷൻ ജാക്സനെ അറിയിക്കുവാൻ ജെനി പറയുന്നു. പിന്നാലെ അമീന്റെ മുഖം തുടച്ച് വൃത്തിയാക്കിയ ജെനി അമീനോട് ഒരു ത്രട്ടനിങ് വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഗവൺമെന്റിനെതിരെയുള്ള ഒരു വീഡിയോ. അതായത് $500 മില്യൺ താൻ പറയുന്നിടത്ത് നൽകിയില്ലെങ്കിൽ ബോംബിട്ട് വാഷിംഗ്ടൺ DC നഗരം ഇല്ലാതാക്കും എന്ന തരത്തിലൊരു ഭീഷണി റെക്കോർഡ് ചെയ്തെടുക്കുവാൻ. ആദ്യം അമീൻ ഇതിന് വിസമ്മതിച്ചെങ്കിലും നിസയുടെ ജീവൻ വെച്ച് ജെനി അമീനെ ഭീഷണിപ്പെടുത്തിയതോടെ മറ്റു വഴികളില്ലാതെ അമീൻ അതിന് സമ്മതിക്കുകയാണ്. ജെനി എഴുതി കൊടുത്ത ലെറ്റർ അമീൻ പറയുന്ന രീതിയിൽ വായിച്ചു. $500 മില്യൺ തന്നില്ലെങ്കിൽ വാഷിംഗ്ടൺ DC-യിൽ സ്ഫോടനം നടത്തുമെന്ന് ഭീഷണി സന്ദേശമായിരുന്നു അത്. ജെനിയുടെ സംഘം അത് റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. റെക്കോർഡിംഗ് കഴിഞ്ഞതും ഒരു മയവുമില്ലാതെ ജെനി അമീനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. പിന്നാലെ ബോംബ് കൈവശപ്പെടുത്തുവാൻ ജാക്സൺ അടുത്തേക്ക് ജെനി പോവാൻ ആരംഭിച്ചു. അമീനെ വെച്ച് ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തി പണം കരസ്ഥമാക്കലായിരുന്നു ജെനിയുടെ തന്ത്രം. എന്തൊക്കെ സംഭവിച്ചാലും ജെനിയുടെ മേൽ കുറ്റം വന്ന് വീഴുക
ചെയ്യുകയുമില്ല. പണം കിട്ടിക്കഴിയുമ്പോൾ ബോംബ് കണ്ടെത്തി എന്ന് പറഞ്ഞ് പ്രൊമോഷനും നേടിയെടുക്കാം. അമീൻ വെടികൊണ്ട് വീണതും നിസാമീനെ സഹായിച്ച് മുറിവിൽ അമർത്തിപ്പിടിക്കാനും മറ്റും ആരംഭിച്ചു. അതിനോടകം എല്ലാത്തിനും പിന്നിൽ ജെനിയാണ് എന്ന് ജയ്ക്കും കണ്ടു തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ജെനി അവിടെ നിന്ന് പോയതും അവിടെ ഉണ്ടായിരുന്ന കൂലിപ്പട്ടാളക്കാരെ ജയ്ക്ക് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. താൻ തിരികെ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യുവാൻ നിസയോട് ജയ്ക്ക് ആവശ്യപ്പെടുകയാണ്. ജാക്സനെയും ജെനിയെയും ജയ്ക്കിന് തടയണമായിരുന്നു. പിന്നാലെ കൂലിപ്പട്ടാളക്കാരനായി തന്നെ അഭിനയിച്ച് ജയ്ക്ക് പുറത്തെത്തുന്നു. കൂടെയുള്ള കൂലിപ്പട്ടാളക്കാർക്കൊന്നും തന്നെ അവരുടെ വേഷത്തിൽ മുഖം മറച്ചിട്ടുള്ള ജയ്ക്കിനെ മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഡംബാർ ജയ്ക്കിന് തിരിച്ചറിയുകയാണ്. അവിടെ വെച്ച് ശക്തമായൊരു ഫൈറ്റ് സംഭവിക്കുന്നു. അവിടെ വെച്ച് അവരെ എതിരിട്ട് പരാജയപ്പെടുത്തൽ ജയ്ക്കിനെ കൊണ്ട് സാധിക്കുന്നതായിരുന്നില്ല. ഡംബാറും ആളുകളും വലിയ കരുത്തരാണ്. അതോടെ ബുദ്ധിപൂർവം ജയ്ക്ക് അവരെ അടുത്തുള്ള വെയർ ഹൗസിലേക്ക് കയറ്റുന്നു. അവിടെ വെച്ച് ഓരോരുത്തരുമായും എതിരിട്ട് ജയ്ക്ക് വിദഗ്ധമായി ഓരോ കൂലിപ്പട്ടാളക്കാരെയും വകവരുത്തുകയാണ്. ഇതേ സമയം ജാക്സനാകട്ടെ അമീൻ പറഞ്ഞ ഇടത്തു നിന്നും ബോംബെടുത്ത് മറ്റൊരിടത്തേക്ക് അത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എയർപോർട്ടിലെ ഒരു വിമാനത്തിനകത്തേക്ക് ആ ബോംബ് ലോഡ് ചെയ്ത് അത് വാഷിംഗ്ടൺ DC-യിലേക്ക് പറത്തിപ്പിക്കാനായിരുന്നു ജാക്സന്റെ പദ്ധതി. എന്നാലാണല്ലോ ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തി അവർക്ക് പണം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ജെനിയാകട്ടെ പ്ലെയിനിനകത്തേക്ക് കയറാനും മിഷൻ സക്സസ്ഫുള്ളായി എന്ന രീതിയിൽ സന്തോഷിക്കാനും ആരംഭിച്ചിരുന്നു. പിന്നാലെ ജാം ചെയ്തിരുന്ന അവിടുത്തെ സിഗ്നൽസ് മുഴുവൻ ജെനി ഓണാക്കുകയാണ്. ആരെയോ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ഇതേ സമയം ജാക്സനെ ട്രെയിൽ ചെയ്ത് ജയ്ക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ഫോണിലേക്ക് സിഗ്നൽ വന്ന കാര്യം ജയ്ക്കും തിരിച്ചറിയുന്നുണ്ട്. അതോടെ ഉടനടി ജയ്ക്ക് തന്റെ സുപ്പീരിയറിന് മെസ്സേജ് അയച്ചു. പിന്നാലെ FBI-യിലേക്ക് വിളിച്ച് അസിസ്റ്റൻസ് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജാക്സന്റെ ഒരു കൂലിപ്പട്ടാളക്കാരൻ കടന്നു വന്നിരുന്നു. പക്ഷേ ജയ്ക്ക് അയാളെ വകവരുത്തി. അധികം വൈകാതെ അവിടെ ഒരു ഷൂട്ടൌട്ടും പോരാട്ടവും ആരംഭിക്കുകയായിരുന്നു. ജാക്സന്റെ കൂലിപ്പട്ടാളക്കാരെ മുഴുവൻ ജയ്ക്ക് വകവരുത്തി. ഒടുവിൽ ജാക്സനുമായി നേർക്കുനേർ ഫൈറ്റ് സംഭവിച്ചു. രണ്ടുപേരും ശക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈറ്റ് നല്ല രീതിയിൽ നീണ്ടു. എങ്കിലും ഒരു ഘട്ടത്തിൽ ജാക്സനെ വീഴ്ത്തി ജാക്സനെ കയ്യിൽ വിലങ്ങണയിപ്പിച്ച് ബന്ദിയാക്കി നിർത്തുവാൻ ജയ്ക്കിന് കഴിഞ്ഞു. പിന്നാലെ വിമാനത്തിനകത്തേക്ക് ജെനിക്ക് മുമ്പിലേക്ക് തോക്ക് ചൂണ്ടി ജയ്ക്ക് കയറി ചെല്ലുകയാണ്. കൂലിപ്പട്ടാളക്കാരൊക്കെ കൊന്നുകളയപ്പെട്ടു, താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും ജെനി ജയ്ക്കിന് മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്നു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണെന്നും താനും തന്റെ ടീമും വലിയ പ്ലാനുകൾ ചെയ്തിട്ടുണ്ട് എന്നും ഒരു ഭീഷണി പോലെ ജെനി ആ സമയം ജയ്ക്കിനോട് പറയുന്നുണ്ട്. വൈകാതെ FBI സംഘം അങ്ങോട്ടേക്ക് വന്നെത്തി. അവർ ജെനിയെ പിടികൂടി. പിന്നാലെ താഴെ വീണ ജെനിയുടെ ഫോൺ എടുത്ത് ജയ്ക്കാകട്ടെ ജെനി റെക്കോർഡ് ചെയ്തെടുത്ത് അമീനെ കൊണ്ട് പറയിപ്പിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. തന്റെ മിഷൻ പൂർണ്ണമായി എന്ന ആശ്വാസത്തോടെ ഇരിക്കുന്ന ജയ്ക്കിന്റെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.